പണപ്പെട്ടി എടുക്കാനായി പുറത്തേക്കോടി 3 പേർ. അക്ബർ, ആദില, അനുമോൾ. എന്തിന് അനുമോൾ ഇതിനകത്ത് വന്നു? ആദിലയാണ് പണപ്പെട്ടി ലക്ഷ്യമിട്ട് വെച്ചിരുന്നത്. എന്നാൽ ആദിലയോടൊപ്പം മത്സരിക്കാൻ അനുമോൾക്ക് പണത്തോട് ആർത്തിയില്ല എന്ന് 1000 വട്ടം ഉറപ്പിച്ചു പറയുന്ന അനുമോൾ എന്തിനോടി എന്ന് ചോദിച്ചാൽ ആദിലയുടെ ഒപ്പം മത്സരിക്കാനാണെന്ന് ഞാൻ പറയും. കാരണം അക്ബറിനോടൊപ്പം പിടിച്ചാൽ നടക്കത്തില്ല അയാളുടെ കായിക ബലത്തിനനുസരിച്ച്. എന്നാൽ വളരെ പെട്ടെന്ന് ശ്രദ്ധയോടുകൂടി നിമിഷങ്ങൾക്കകം തിരിച്ചു വരേണ്ട ഈ ഒരു ടാസ്കിൽ അനുമോൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആദിലയ്ക്ക് എതിരെയാണ്. അത് ആദിലയ്ക്ക് എതിരെ തന്നെയാണ്. ആദില പണപ്പെട്ടി എടുക്കുന്നതിന് മുൻപേ തനിക്ക് എടുക്കണമെന്ന ആവേശത്തോടു കൂടിയാണ് അനുമോള് ഇറങ്ങുന്നത്. പ്രമോയിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും അനുമോളും ആദിലയും അക്ബറും കൂടി വെളിയിലേക്ക് പോയി പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ നിന്നും പണപ്പെട്ടി എടുക്കാൻ ശ്രമിക്കുന്നു. അതിനായി അവിടെ അരിച്ചു പെറുക്കുകയാണ് ചെയ്തത്. പണപ്പെട്ടി കാറിന്റെ ഏതു ഭാഗത്താണ് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. കൃത്യം 1 മിനിറ്റാണ് സമയം. 1 മിനിറ്റ് പൂർത്തിയാകുന്നതിന് മുൻപ് പണപ്പെട്ടി എടുത്ത് തിരിച്ചു വരുന്നവരാണ് അതിൽ വിജയിക്കുക. എന്നാൽ ഈ ഒരു അവസരം എന്തുകൊണ്ടും ആദിലയ്ക്ക് മുതലാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഒന്നുകിൽ ആദിലയ്ക്ക് അനുമോളെ പിടിച്ചു വെക്കാൻ കഴിയും. എന്നാൽ ഔട്ടാവുന്നതിൽ വലിയ പ്രതിഷേധമില്ലാത്ത ഒരാളാണ് ആദില. അവൾക്ക് ഒരു കുഴപ്പവുമില്ല. മണി ബോക്സും എടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഓടുമെന്ന് പറഞ്ഞവൾക്ക് എവിക്റ്റ് ആയാലോ അല്ലെങ്കിൽ ഔട്ടായാലോ ഒരു പ്രശ്നം തന്നെയില്ല. എന്നാൽ താൻ ഔട്ടാവുമ്പോൾ ഒരാളെയും കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ അവൾക്ക് കഴിയുകയാണെങ്കിൽ തന്റെ നൂറ സേഫ് ആകുമെന്നുള്ള പൂർണ്ണമായ ചിന്തയിൽ ആദില ഇത് ചെയ്യുമെന്നാണ് എല്ലാ പ്രേക്ഷകരും പറയുന്നത്. നൂറ ടോപ്പ് 5-ൽ കയറിയ സ്ഥാനത്ത് ഇനി അനുമോളും കൂടി ടോപ്പ് 5-നകത്ത് വരികയാണെങ്കിൽ നൂറയുമായിട്ട് നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും അനുമോളിന് ഉണ്ടാവുക. കാരണം PR-കാരും ഫാൻസുകാരും പിന്നെ ഇപ്പോൾ കണ്ണീർ വാർക്കൽ നാടകവും കൂടി അനുമോൾ നടത്തുന്നത് കൊണ്ട് തീർച്ചയായിട്ടും കുറെ വോട്ടുകളൊക്കെ അതിൽ പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് കുടില ബുദ്ധിക്കാരിയായ ആദില ചിന്തിച്ചിരിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു ടാസ്കിൽ ഇവളെ എങ്ങനെയെങ്കിലും പുറത്താക്കാനായിട്ട് ശ്രമിച്ച ആദില തന്റെ വിഷപ്പല്ലെടുത്ത് അനുമോൾക്ക് നേരെ ചീറ്റാൻ ചിലപ്പോൾ ഇടയുണ്ട് എന്നുള്ള കാര്യമാണ് പൊതുജനങ്ങൾ ഒരു ആവലാതി പോലെ ഒരു സംശയം പോലെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. കാരണം ആദില എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നലെ തന്നെ തുറന്നു പറഞ്ഞു ഞാൻ അത്ര ഫെയർ അല്ല എന്ന് വ്യക്തമായി അവൾ പറയുകയുണ്ടായി. പബ്ലിക്കായിട്ട് ഞാൻ ഫെയർ ആയിട്ടല്ല കളിക്കുന്നത് എന്ന് ആദില വ്യക്തമായി പറയുകയാണ്. എന്നാൽ ഈ ഒരു മണി ടാസ്കോട് കൂടി നമുക്ക് ആ പ്രമോ നന്നായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ അവർ 3 പേരും അകത്ത് കയറുന്നതായി നമുക്കതിൽ കാണാൻ കഴിയും. ആർക്കും പണപ്പെട്ടിയൊന്നും എടുക്കാൻ കഴിയാതെ ഈ 3 പേരും വളരെ പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് കയറുന്നതും ആ പ്രമോയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് കൃത്യമായി നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അവർ 3 പേരും സേഫ് ആയിട്ട് വീടിനകത്തേക്ക് കയറിയതായും കാണാൻ കഴിയും. എന്നാൽ ഇത് ജനങ്ങളുടെ ഒരു സംശയം മാത്രമാണ്, അവരുടെ ഒരു സന്ദേഹമാണ്, അവരുടെ ആവലാതിയാണ്. അനുമോളുടെ ഫാൻസിന് അവളെ കുറിച്ചിട്ടുള്ള ഒരു വിഷമമാണ്. ഇത് ഒരു പ്രയാസകരമായ ചിന്തയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു തള്ളാം. പക്ഷെ ഇതിന്റെ ശരിയായ വശം എന്താന്ന് വെച്ചാൽ ആദിലയും നൂറയും അനുമോളോട് കൂടിയത് തന്നെ അവളുടെ ഫെയിം കണ്ടിട്ടാണ്. കാരണം അവൾക്കുള്ള ബാക്ക് സപ്പോർട്ട് കണ്ടിട്ടാണ്, അവളുടെ ഫാൻസിനെയും അവളുടെ PR-നെയും കണ്ടിട്ടാണ്. അനുമോളുമായിട്ട് ചേർന്ന് നിന്നാൽ തീർച്ചയായും ഞങ്ങൾ എവിക്ഷനിൽ വരുമ്പോൾ അനുമോളിന്റെ ഫാൻസ് ഞങ്ങളെ സംരക്ഷിക്കും, ഞാൻ അവളുടെ സുഹൃത്തായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരെ പിടിച്ചു നിർത്തും എന്നുള്ള ഒരു തോട്ടിലാണ്, ആ ഒരു ചിന്തയിലാണ് അവർ അനുമോളുടെ കൂടെ നിന്നത്. അതേ ചിന്ത തന്നെയാണ് ഷാനവാസിലും പ്രയോഗിച്ചത്. കാര്യം ഷാനവാസ്, അനുമോള് എന്നീ 2 പേര് നിറയെ ഫാൻ ബേസോട് കൂടി അകത്ത് വന്നവരാണ്. മറ്റുള്ളവരെല്ലാവരും സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്ന് വന്നവരല്ല. ഇവർ 2 പേരുമാണ് ഒരു സെലിബ്രിറ്റി ആയിട്ട് അകത്തേക്ക് വന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടോപ്പ് ഫാൻസ് ഉള്ള അവരുടെ 2 പേരുടെയും ഒപ്പം നിന്ന് കഴിഞ്ഞാൽ, അവരുടെ ഫ്രണ്ട്സായി മാറിക്കഴിഞ്ഞാൽ, അവർ നോമിനേഷനിൽ ഇല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് അവരുടെ ഫാൻസ് വോട്ട് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇത്രയും നാള് അവരുടെ കൂടെ ഒട്ടി നിന്നത്. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ല. ഫൈനൽ 5-ലേക്ക് തന്റെ നൂറ കയറി കഴിഞ്ഞു. എന്റെ ലക്ഷ്യം മണി ബോക്സുമാണ്. ഇതാണ് ആദിലയുടെ ആവശ്യം. അതുകൊണ്ടാണ് അനുമോളുമായിട്ട് ഇപ്പൊ തെറ്റുന്നതിന്റെ പ്രധാനമായ കാര്യം. അനുമോളെ ഇനി ആവശ്യമില്ല. അനുമോളുടെ ഫാൻസുകാർ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആദില, അനുമോള്, പട്ടായ ഗേൾസ്, നൂറ ഇവരുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് ഇവർക്ക് നല്ല ബൂസ്റ്റപ്പ് ഒക്കെ കൊടുത്ത് ഫാൻസിനെയൊക്കെ കയറ്റി വോട്ടൊക്കെ കയറ്റി അവരെ ഇതുവരെ എത്തിച്ചതിന് അനുമോളുടെ ഫാൻസുകാരോടും PR-ഓടും ഞങ്ങൾ നന്ദി പറയാണ്. പൊതുജനങ്ങൾ നന്ദി പറയാണ്. കാര്യം നിങ്ങൾ തന്നെയാണ് ഇതിനെ വളർത്തിയത്. അനുമോൾക്ക് എതിരെ എന്തെങ്കിലും ഒരിക്കൽ തിരിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കാര്യം അവർ വ്യക്തമായി പറയുന്നുണ്ട്, നൂറ ഇന്നലെ എനിക്ക് ഏത് ബന്ധവും നിമിഷ നേരം കൊണ്ട് തട്ടിക്കളയാൻ പറ്റും എന്ന് നൂറ വ്യക്തമായി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അവളുടെ പാരന്റ്സിനെ പോലും അവൾക്ക് നിമിഷ നേരം കൊണ്ട് തട്ടിക്കളയാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സിനകത്ത് എനിക്ക് ആ ബന്ധം മുറിച്ച് കളയാൻ പറ്റും. ഇനി എത്ര വലിയ ബന്ധമോ ആയിക്കൊള്ളട്ടെ എന്ന് നൂറ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് അവരുടെ ക്യാരക്ടറാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇന്നലത്തെ കിച്ചൺ തർക്കത്തിലാണെങ്കിൽ അനുമോളാണ് ശരിയെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഭക്ഷണം വിളമ്പുന്നത് സംബന്ധിച്ച് അനുമോൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. ആവശ്യത്തിന് ചോറും കറി എല്ലാവർക്കും നൽകുക, അല്പം ഒന്ന് ബാക്കി വെക്കുക, പിന്നീട് അവസാനം വരുന്നവർക്ക് കുറച്ച് ചോറും കറിയും ഒരുമിച്ച് നൽകുക. ഇതാണ് വിളമ്പുന്നതിന്റെ കൃത്യമായ മര്യാദ. ഇങ്ങനെ വിളമ്പിയ അവസാനം ചോറ് മാത്രമോ അല്ലെങ്കിൽ കറി മാത്രമോ ബാക്കിയായിട്ട് വരില്ല. അനുമോൾ ഭക്ഷണം വിളമ്പുന്നത് കാരണം ജനങ്ങൾക്കിടയിൽ അവൾക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുമോ എന്നുള്ള ഭയമാണ്
മറ്റുള്ളവർ അവളെ എതിർക്കാനുള്ള ഒരു കാരണം. ഇത്രയും എതിർപ്പുകളും ഇൻസൾട്ടും ഒക്കെ ഒരുമിച്ച് വന്നപ്പോൾ തൽക്കാലം കൂടുതൽ വഷളാക്കാതെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അനുമോൾ ചെയ്തത്. അത് ന്യായവുമാണ്. പൊതുവെ എല്ലാ കാര്യത്തിനും മടിച്ചയായ ആദില ഭക്ഷണം വിളമ്പുന്ന സമയത്ത് വന്ന് ഷൈൻ ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നു. അനുമോളുടെ കൂടെ നിൽക്കുകയായിരുന്നു അവിടെ വേണ്ടത്. ഉദ്ദേശശുക്തി വ്യക്തമാണെങ്കിലും കാര്യങ്ങൾ നയപരമായി പറഞ്ഞ് അവതരിപ്പിക്കുന്ന അനുമോൾക്ക് പരാജയം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഡിപ്ലോമാറ്റിക്കായി സംസാരിച്ച് സൊല്യൂഷൻ അവതരിപ്പിക്കുന്നതിന് പകരം പലപ്പോഴും എടുത്തടിച്ച മറുപടി തിരിച്ചടിയായി വരുന്നുണ്ട് അനുമോൾക്ക്. ആദിലയുടെയും നൂറയുടെയും മനസ്സിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് ഇന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ അബലകളാണ് എന്ന കാർഡ് പെട്ടെന്ന് ഇങ്ങനെ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്സെറ്റ് ആയാൽ അനുമോൾ ഇത്രയും എപ്പിസോഡുകളിൽ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഇന്നും ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഒരു ആക്ടിങ്ങും അതിൽ ഓവറായിട്ട് വന്നിട്ടില്ല. അനീഷ് അനുമോളോട് കൂടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ആദിലയും നൂറയും വിമർശിച്ച രീതിയും ക്രൂരമാണ്. അപ്പൊ ഇത്രയും കാലം അവർ രണ്ടുപേരും അനുമോളുടെ കൂടെ നിന്നപ്പോൾ ഇങ്ങനെ ഒന്നും ആരും പറഞ്ഞില്ല. രണ്ടുപേരിൽ ആരും ഇത്തരം കാര്യങ്ങളൊന്നും അനുമോളുടെ കൂടെ നിന്നപ്പോൾ സംസാരിച്ചിട്ടില്ല. പൊതുവെ അനുമോളെ ഇഷ്ടമല്ലെങ്കിലും ഇന്ന് അനുമോളുടെ ഭാഗത്ത് എനിക്ക് ശരിയുണ്ടെന്ന് തോന്നി. അനീഷ് ഏട്ടനോടാണെങ്കിൽ നൂറ ചെലച്ച രീതി അത് തീർത്തും അരോചകമായിരുന്നു. അതുപോലെ ആദില ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴും വായിൽ നിന്ന് വരുന്ന പല വാക്കും അറപ്പുള്ളതാണ്. അറപ്പ് നമുക്കുണ്ടാക്കുന്ന തരത്തിലാണ് ആദിലയുടെ നൂറയുടെ സംസാരം. ഈ പറയുന്ന ആദില നൂറയെ കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ച് 1.5 മണിക്കൂർ അവരോട് എന്തോ സംസാരിച്ചു. പക്ഷെ അത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. അക്ബറിന് കപ്പ് കൊടുക്കാനുള്ള പ്ലാൻ ബീബി മാറ്റിയെന്നാണ് തോന്നുന്നത്. കാരണം അക്ബറിന്റെ ആള് ഡയറക്ടർ എന്നത് പുറത്തെല്ലാരും അറിഞ്ഞു. മാത്രമല്ല ഈ ബീബി ചരിത്രത്തിലും ലോകത്തുള്ള ഏത് റിയാലിറ്റി ഷോ എടുത്താലും അതിന്റെ ചരിത്രത്തിലൊക്കെ ഒരു ലെസ്ബിയൻ കപ്പിൾ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ ടോപ്പ് 10 വരുന്നതും. ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്ന 5 ഭാഷയിലുള്ള ബീബി ഷോയിൽ ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് ഉള്ളത് മലയാളത്തിനാണ്. പക്ഷെ നൂറ ഓൾറെഡി ടോപ്പ് 5 എത്തിയിട്ടുണ്ട്. ആദില കൂടി എത്തിയാൽ ചരിത്രമാണ്. അതുവഴി എൻ്റെ മോൾ ഷൈൻ എന്ന കമ്പനിക്കും ഏഷ്യാനെറ്റിനും ഒരുപാട് ബിസിനസ് നടക്കും. സ്പോൺസേഴ്സ് കൂടും, പണം വരും, മാർക്കറ്റ് വാല്യൂ കൂടും. കാര്യം ലോകത്ത് ഒരിടത്തും നടന്നിട്ടില്ലാത്ത ഒരു കാര്യം, അതായത് ഗിന്നസ് ബുക്കിൽ വരെ കയറി പറ്റുന്ന തരത്തിലുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു സാധനം. ഇന്റർനാഷണൽ ന്യൂസ് കൂടി അതാവും. അത് മാത്രമല്ല നൂറയ്ക്കും ആദിലയ്ക്കും ഷോ കഴിഞ്ഞ് ജയിച്ച് പുറത്തു പോയാൽ കൂടുതൽ സപ്പോർട്ട്, നല്ല അവസരങ്ങൾ, സ്പോൺസേഴ്സ് എല്ലാം അവർക്കും കിട്ടും. അവരുടെ ലൈഫ് സെറ്റിലാവും. പക്ഷെ 3 ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ ഒരുമിച്ച് ടോപ്പ് 5 കൊണ്ടുവരാൻ ബീബിക്ക് പറ്റത്തില്ല. ഫൈനലിൽ വരാൻ സാധ്യത ഉള്ളത് അനുമോള് മാത്രമാണ്. പക്ഷെ അനുമോള് സ്വയം തളർന്ന് ഇറങ്ങിപ്പോയാൽ അല്ലെങ്കിൽ ഔട്ടായാൽ ആദിലയ്ക്ക് ആ ചാൻസ് കിട്ടും. അതായത് സിബിനോട്, രജിത്ത് സാറിനോട്, റോബിനോട് ഇവരോടൊക്കെ കാണിച്ച രീതി. ടോപ്പ് 5 2 ഫീമെയിൽ പ്ലസ് 3 മെയിൽ കണ്ടസ്റ്റൻസ് ആണ് ബീബി ടീം ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദിലയും നൂറയും കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് ഈ സാധ്യത അവർക്ക് പറഞ്ഞു കൊടുത്തു കാണും. നിങ്ങൾ ജയിച്ചാൽ ഇങ്ങനെയല്ലേ, ലോകത്തിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ആവത്തില്ലേ, നിങ്ങൾ അതുകൊണ്ട് അനുമോളെ മാക്സിമം ഒന്ന് തളർത്തി സ്വയം ക്വിറ്റ് ചെയ്യാനുള്ളൊരു അവസ്ഥയിലോട്ട് എത്തിക്കുക. ഇതിനുശേഷമാണ് അനുമോളെ മാനസികമായി തളർത്താൻ ആദില ഇനി എന്തും ചെയ്യും, അത് ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോളൂ, അനുമോളെ വായിൽ വരുന്നത് വിളിക്കും, പറയും, അവള് ചെയ്യുന്നതിലെല്ലാം കുറ്റം കണ്ടുപിടിക്കും. മാത്രമല്ല ഇനി അനുമോളെ PR ടീമിന്റെ പേരിൽ കൂടുതൽ കളിയാക്കും. അപ്പൊ അനുമോള് തന്നെ വിചാരിക്കും ഇനി ഞാൻ ജയിച്ചാലും PR കാരണമാണ് ജയിച്ചതെന്ന് എല്ലാവരും പറഞ്ഞു പരത്തും. അതിലും ഭേദം പണപ്പെട്ടി വരുവാണെ ഇറങ്ങിപ്പോവാം, അല്ലെങ്കിൽ സ്വയം ഇറങ്ങിപ്പോവാം. അപ്പൊ ഇതാണ് സംഭവം. അതുകൊണ്ട് അനുമോളുടെ വായിന്ന് ഒരു വാക്ക് വീഴുകയും ചെയ്തു കഴിഞ്ഞ ദിവസം, എനിക്ക് വയ്യ, ഞാൻ പോവാണ് ഇവിടെ നിന്ന്, ഞാൻ എന്തായാലും ഇറങ്ങി പോവാൻ പോണ് എന്നാ പെങ്കൊച്ചിന്റെ വായിന്ന് വന്നു. അതും അല്ലെങ്കിൽ അനുമോളെ കൊണ്ട് ഫിസിക്കൽ അസോൾട്ടിന്റെ വക്കീൽ വരെ എത്തിക്കും. അതും അല്ലെങ്കിൽ അനുമോളെ നെഗറ്റീവാക്കി വോട്ട് കുറപ്പിക്കാൻ ശ്രമിക്കും. ഇത് BB ടീമിന്റെ പുതിയ വൃത്തികെട്ട ഗെയിം പ്ലാനാണ്. ഇതാണെന്നാണ് കുറേ പൊതുജനങ്ങളുടെ അഭിപ്രായം. ഞാൻ കമന്റുകളിലൂടെയാണ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടിയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നത്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.